ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും
ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഏതാനും ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാഗവത ജ്ഞാനഗംഗ തുടരുകയാണ്. ഗുരുവായൂർ ഏകാദശിയും പിന്നെ അത് കഴിഞ്ഞ് കുറേ അതിഥികൾ ഉണ്ടായിരുന്നു. കുറച്ച് സന്യാസിനിമാർ UP യിൽ നിന്നും, ലക്നൌവിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ. അപ്പോൾ അവരെയും കൊണ്ട് കാലടി എറണാകുളം ഗുരുവായൂർ ഒരു യാത്ര. അത് കഴിഞ്ഞ് അവരിവിടെ ഒരു ആയുർവേദ ചികിത്സയിലുണ്ട്, പാലക്കാട് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു 3 ദിവസം കണ്ണൂരും പോയി, വർഷം തോറുമുള്ള മണ്ഡലകാല പ്രഭാഷണങ്ങൾക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് കാർത്തിക ദിവസം വേറൊരു പ്രഭാഷണം, ഇങ്ങനെ ഓരോരോ പരിപാടികൾ. അപ്പോൾ നമ്മുടെ ജ്ഞാനഗംഗ അതിഗഹനമായിട്ടുള്ള ഒരു പോർഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വേണം
എന്നുള്ളത് കൊണ്ടാണ് ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചത്. മറ്റത് ഒരു ക്ലാസ് എടുത്തു ഓടിപ്പോയി, പിന്നെ ഒരു ക്ലാസ് എപ്പോഴെങ്കിലും അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ അതിൻ്റെ ആ ഒരു ഗഹനത ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിക്കുള്ളൂ. അതുപോലെ എനിക്കും ആസ്വദിക്കാനും കൂടുതൽ മനനം ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. നമ്മളൊരു ഭാഗത്ത് ഇരുന്നാലേ മനനം വേണ്ടതുപോലെ ആവുള്ളൂ. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മനനം കുറച്ച് പ്രയാസമാണ്. അത് മാത്രമല്ലാതെ നമുക്ക് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിയുടെ പണിയും കിട്ടിയിട്ടുണ്ട്. പത്മനാഭ ശതകം രാവിലെയും വൈകുന്നേരവും ഓരോ ക്ലാസ് 20 മിനിറ്റോളം വോയിസ് റെക്കോർഡ് ഇടണമെങ്കിൽ അതിനും കുറച്ച് മെനക്കെടുണ്ട്. അതെല്ലാ തിരക്കും കൂടി നമ്മുടെ ശ്രുതിഗീതയെ ഒന്ന് നീട്ടിവെച്ച്, നമുക്കിനിപ്പോൾ എന്തായാലും അധികം നീട്ടിവെക്കാൻ പറ്റില്ല, തുടങ്ങി തന്നെ. എന്തായാലും ഈ 19-20 തലശ്ശേരിയിൽ പ്രോഗ്രാമുണ്ട്. 21 മുതൽ ഒരു സപ്താഹം മലപ്പുറം ജില്ലയിലുണ്ട്. അത് കഴിഞ്ഞ് 29-ാം തീയതി കോഴിക്കോട് ചിദാനന്ദപുരി സ്വാമിയുടെ അടുത്തും ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അവിടെ ഒരു 11 ദിവസം ബ്രേക്ക് വരും, 19 മുതൽ 29 വരെ. അത് കഴിഞ്ഞ് വീണ്ടും തുടരാം. എന്തായാലും അതുവരയ്ക്കുള്ള ദിവസങ്ങളിൽ ആവുന്നത്രയും നമുക്ക് ശ്രുതിഗീത ആസ്വദിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും മനസ്സിരുത്തുക. വളരെ ഗഹനമായിട്ടുള്ളൊരു ഭാഗമാണ്, കഥാഭാഗം അല്ല. ഇത് 28 ശ്ലോകങ്ങളിൽ ഉപനിഷത്ത് സാരം പിഴിഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗൗരവത്തോടെ, അതിനെ ശ്രദ്ധയോടെ നമുക്ക് സ്വീകരിക്കാം. ആദ്യം വായിക്കാം. പത്മനാഭ ശതകം എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു മിനി നാരായണീയമാണ്, മിസ്സാക്കണ്ട ആരും, എല്ലാവരും പഠിക്കുക. നമുക്ക് 87-ാം അധ്യായം ഒന്ന് വായിക്കാം, എന്നിട്ട് പതുക്കെ നമുക്ക് കാണാം. കണ്ണട വയ്ക്കുമ്പോഴാണോ വയ്ക്കാതിരിക്കുമ്പോഴാണോ ക്ലിയർ ആവുന്നത്? അപ്പോൾ സന്ധ്യ ആണ്, രണ്ടിൻ്റെയും അങ്ങോട്ടുമല്ല ഇങ്ങോട്ടും അല്ലാത്ത ഒരവസ്ഥയാണ്. നാരായണ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ
उत्तरार्धे 87तमोऽध्यायः। परीक्षितुवाच ब्रह्मन् ब्रह्मण्यनिर्देश्ये निर्गुणे गुणवृत्तयः कथं चरन्ति श्रुतयः साक्षात् सतसतः परे। श्रीशुक उवाच बुद्धीन्द्रियमनः प्राणान् जनानामसृजत् प्रभुः मात्रार्थं च भवार्थं च आत्मने अकल्पनाय च। सैषा ह्युपनिषद्ब्राह्मी पूर्वेषां पूर्वजैर्धृता श्रद्धया धारयेद्यस्तां क्षेमं गच्छेदकिञ्चनः। अत्र ते वर्णयिष्यामि गाथां नारायणान्वितां नारदस्य च संवादं ऋषेर्नारायणस्य च। एकदा नारदो लोकान् पर्यटन् भगवत्प्रियः सनातनं ऋषिं द्रष्टुं ययौ नारायणाश्रमम्। यो वै भारतवर्षेऽस्मिन् क्षेमाय स्वस्थये नृणां धर्मज्ञानसमोपेदम् आकल्पादास्थितस्तपः। तत्रोपविष्टं ऋषिभिः कलापग्रामवासिभिः परीतं प्रणतोऽपृच्छत् इदमेव कुरुद्वः। तस्मै ह्यवोचद्भगवान् ऋषीणां शृण्वतामिदम् यो ब्रह्मवादः पूर्वेषां जनलोकनिवासिनाम्। श्रीभगवानुवाच स्वायम्भुव ब्रह्मसत्रं जनलोके अभवत्पुरा तत्र स्थानां मानसानां मुनीनामूर्ध्वरेतसाम्। श्वेतद्वीपं गतवति त्वयि द्रष्टुं तदीश्वरम् ब्रह्मवादः सुसंवृत्तः श्रुतयो यत्र शेरते तत्र हायमभूत् प्रश्नः त्वं मां यम् अनुपृच्छसि। तुल्यश्रुततपःशीलाः तुल्यस्वीयारिमध्यमाः अपि चक्रुः प्रवचनम् एकं शुश्रूषवो परे। सनन्दन उवाच स्वसृष्टमिदमापीय शयानं सह शक्तिभिः तदन्ते बोधयाञ्चक्रुः तल्लिङ्गैः श्रुतयः परम्। यदा शयानं सम्राजं वन्दिनस्तल्पराक्रमैः प्रत्यूषेभ्यत्य सुश्लोकैः बोधयन्त्यनुजीविनः। श्रुतय ऊजुः जय जय जह्यजाम् अजितदोषगृभीतगुणां त्वमसि यदात्मना समवरुद्धसमस्तभगः। अगजगदोकसाम् अखिलशक्त्यवबोधगते क्वचिदजयात्मना च चरदोऽनुचरेन्निगमः। बृहदुपलब्धमेतदवयन्त्यवशेषतया यद उदयास्तमयौ विकृतेर्मृदिवा विकृताद् अदर्शयोददुस्त्वयि मनोवचनाचरितम् कथमयथा भवन्ति भुवि दत्तपदानि नृणाम्। इति तव सुरयस्त्र्यधिपते किल लोकमल क्षपणकथामृदाब्धिमवगाह्य तपांसि जहुः। किमुत पुनः स्वधाम विदुदाशय कालगुणाः परमभजन्ति ये पदमजस्रसुगानुभवम्। धृतय इव श्वसन्त्यसुभृतो यदि तेऽनुविधा महदहमादयोण्डमसृजन् यदनुग्रहदः। पुरुषविदोन्वयोऽत्र चरमोन्नमयादिषु यः सदसदः परं त्वमदयदेष्वशेषमृदम्। उदरमुपासदेय ऋषिवत्मसु कूर्पदृशः परिसरपद्धतिं हृदयमारुणयोदहरम्। तद उदगादनन्द तव धाम शिरः परमम् पुनरिह यत्समेत्य न पतन्ति कृतान्तमुखे। सुकृतविचित्रयोनिषु विशन्निव हेतुतया
तरदमदश्चकास्यनलवत्स्वकृतानुकृतिः अदविददास्वमूष्वविददं तव धाम समं विरजति योऽन्वयन्त्यभिविपण्यवयेकरसम् सुकृतपुरेष्वमीष्वबहिरन्दरसंवरणं तव पुरुषं वदन्त्यखिलशक्तिधृतोंशकृतम् इति नृगतिं विविच्य कवयो निगमावपनं भवत उपासतेऽङ्घ्रिमभवं भुवि विश्वसिताः दुरवगमात्मतत्त्वनिगमाय तवत्ततनोः चरितमहामृताब्धिपरिवर्तपरिश्रमणाः न परिलशन्ति केचिदपवर्गमपीश्वरते चरणसरोजहंसकुलसङ्गविसृष्टगृहाः त्वदनुपदं कुलायमिदमात्मसुहृत्प्रियवत् चरति तथोन्मुखे त्वयि हिते प्रिय आत्मनि च न बदरमन्द्यहो असदुपासनयात्महनो यदनुशया भ्रमन्द्युरुभये कुशरीरभृदः निभृतमरुत्मनोक्षदृढयोगयुजो हृदि यत् मुनय उपासते तदरयोऽपि ययुस्मरणाद् स्त्रिय उरगेन्द्रभोगभुजदण्डविषक्तधियो वयमपि ते समदृशोऽङ्घ्रिसरोजसुधाः कैहनुवेदपदावरजन्मलयोऽग्रसरं यत उदगात् ऋषिर्यमनुदेवगणा उभये तर्हि न सन्न चासदुभयं न च कालजवः किमपि न तत्र शास्त्रमवकृष्य शयीत यदा जनिमसदः सदो मृदिमुतात्मनि ये च भिदां विपणमृतं स्मरन्त्युपदिशन्ति त आरुपितैः त्रिगुणमयः पुमानिति भिदा यदबोधकृता त्वयि न ततः परत्र स भवेदवबोधरसे सदिव मनस्त्रिवृत्त्वयि विभात्य सदा मनुजाद् सदभिमृशन्त्यशेषमिदमात्मतयात्मविदः न हि विकृतिं त्यजन्ति कनकस्य तदात्मतया सुकृतमनुप्रविष्टमिदमात्मतया वसितम् तव परिये चरन्त्यखिलसत्त्वनिकेततया तौ तपदाक्रमन्द्यविगणय्य शिरो निर्देः परिवयसे पशूनिव गिरा विबुधानभितां स्त्वयि कृतसौहृदाः खलु पुनन्ति नये विमुगाः त्वमकर्णः स्वराडखिलकारकशक्तिधरः तव बलिमुद्वहन्ति समदन्त्यजया निमिषाः वर्षभुजोऽखिलक्षितिपतेरिव विश्वसृजो विदधति यत्र ये त्वधिकृता भवदश्चकिताः स्थिरचरजादयस्युरजयोत्थनिमित्तयुजो विहर उदीक्षया यदि परस्य विमुक्तततः न हि परमस्य कश्चिदपरो न परश्च भवेद् वियदैवापदस्य तव शून्यतुलां दददः अपरिमिता ध्रुवास्तनुभृतो यदि सर्वगदाः तर्हि न शास्यदेदि नियमो ध्रुवनेतरधा अजनिचयन्मयं तदविमुच्य नियन्द्र भवेद् सममनुजानतां यदमतं मददुष्टतया न गडद उद्भव प्रकृति पुरुषयो रजयोः उभययुजा भवन्त्यसुभृतो जलबुद्बुदवद त्वयि तयि मे ततो विविधनामगुणैः परमे सरिदैवार्णवे मधुनिलिल्युरशेषरसाः नृषु तव मायया भ्रमममीष्ववगत्य भृशं त्वयि सुधियो भवेददति भावमनुप्रभवं कथमनुवर्ततां भवभयं तव यद्भ्रुकुटिः सृजति मुहुस्त्रिणेमिरभवत् शरणेषु भयम् विजितहृषीगवायुभिरदान्दमनस्तुरगं यैह यदन्ति यन्दुमतिलोलमुपायगितः
വ്യസനശതാന്വിതാ സമവഹായ ഗുരോശ്ചരണം വണിജൈവാജ സന്ധ്യകൃതകർണധരാ ജലദൗ സ്വജനസുതാത്മദാരധനധാമധരാസുരദൈഃ ത്വയി സതി കിം നൃണാം ശ്രയദ ആത്മനി സരോവരസേ ഇതി സദജാനതാം മിഥുനതോ രതയേ പരതാം സുഖയതി കോന്വിഹ സ്വവിഹതേ സ്വനിരസ്തഭഗേ ഭുവി പുരുപുണ്യതീർത്ഥസദനാനി ഋഷയോ വിമദാസ്തൗത ബവൽപദാംബുജഹൃദോ ഗവിദംഘ്രിജലാഃ ദദതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ ന പുനരുപാസതേ പുരുഷസാരഹരാവസധാൻ സതൈദമുത്ഥിതം സദിതി ചേന്നനു തർക്കഹദം വ്യഭിചരതി ക്വച ക്വച മൃഷാ ന തദോ ഭയയുക് വ്യവഹൃതയേ വികൽപ ഇഷിതോന്ദപരംപരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്തജടാൻ നൈദിദമഗ്ര ആസന ഭവിഷ്യതോ നിധനാത് അനുമിതമന്ദരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപദൈഃ വിതതമനോ വിലാസം ഹൃദമിത്യവയന്ത്യബുധാഃ സ യദജയാ ത്വജാമനുശയീത ഗുണാംശ്ച ജുഷൻ ഭജതി സരൂപദാം തദനു മൃത്യുമപേദഭഗഃ ത്വമുദജഹാസിതാമഹിരിവ ത്വജമാത്തഭഗോ മഹസി മഹീയസേഷ്ടഗുണിതേ പരിമേയഭഗഃ യദി ന സമുദ്ധരന്തി യതയോ ഹൃദി കാമജഡാ ദുരധിഗമോ സതാം ഹൃദി ഗതോസ് അസ്മൃതകണ്ഡമണിഃ അസുതൃപയോഗിനാം ഉഭയതോപ്യസുഖം ഭഗവൻ അനപഗതാന്തകാത് അനധിരൂഢപദാത് ഭവതഃ ത്വദവഗമീ ന വേത്തി ഭവദുക്തശുഭാശുഭയോർ ഗുണവിഗുണാന്വയാം സ്തർഹി ദേഹഭൃതാം ച ഗിരഃ അനുയുഗമന്വഹം സഗുണ ഗീതപരംപരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ ദ്യുപദയ ഏവ തേന യയുരന്തമനന്തതയാ ത്വമഭിയദന്തരാണ്ഡനിചയാ നനു സാവരണാഃ കൈവരജാംസി വാന്തി വയസാ സഹയത്ശ്രുതയഃ ത്വയി ഫലം യതന്നിരസനേന ഭവന്നിധനാഃ ശ്രീഭഗവാനുവാച ഇത്യേതദ് ബ്രഹ്മണഃ പുത്രാഃ ആശ്രുത്യാത്മാനുശാസനം സനന്ദനം അധാനർച്ചുഃ സിദ്ധാജ്ഞാത്വാത്മനോ ഗതിം ഇത്യശേഷസമാമ്നായ പുരാണോപനിഷദ്രസഃ സമുദ്രതഃ പൂർവജാതൈഃ വ്യോമയാനൈർമഹാത്മഭിः ത്വം ചൈതദ് ബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയൻ ചരഗാം കാമം കാമാനാം ഭർജനം നൃണാം. ശ്രീശുക ഉവാച ഏവം സർഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണഃ ശ്രുതധരോ രാജൻ ആഹ വീരവ്രതോ മുനിഃ. നാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അമലകീർത്തയേ യോ ധത്തേ സർവഭൂതാനാം അപവായോഷതി കലാഃ. ഇത്യാദ്യം ഋഷിമാനമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മനഃ തതോഗാദാശ്രമം സാക്ഷാത് പിതുർദ്വൈപായനസ്യ മേ. സഭാജിതോ ഭഗവതാ കൃതാസന പരിഗ്രഹഃ തസ്മൈ തദ്വർണയാമാസ നാരായണമുഖാത് ശ്രുതം. ഇത്യേതദ്വർണിതം രാജൻ യന്നഃ പ്രശ്നഃ കൃതസ്ത്വയാ യദാ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേപി മനശ്ചരേത്. യോസ്യോത്പ്രേക്ഷക ആദിമദ്യ നിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാഃ. യം സമ്പദ്യ ജഹാത്യജാം അനുശയീ സുപ്തകുലായം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം.
തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നാരദ നാരായണ സംവാദേ വേദസ്തുതിർനാമ സപ്താശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം അതിൻ്റെ അവസാന ഭാഗമായി 90 അധ്യായങ്ങളിൽ 86 കഴിഞ്ഞു. ഇനി 87, ഇപ്പോൾ നമ്മൾ വായിച്ചത് 88, 89, 90 അങ്ങനെ 4 അധ്യായങ്ങളേ ഉള്ളൂ. അതിൽ പക്ഷേ ഈ അധ്യായം കുറച്ച് ഗംഭീരം, ഗഹനം, കുറച്ച് ബൃഹത്ത്, വലിയ അധ്യായമാണ്. അത് കഴിഞ്ഞാൽ ഈ അധ്യായത്തിൽ ശ്രുതിഗീത, അടുത്ത അധ്യായത്തിൽ വിഷ്ണുവിൻ്റെ മഹത്വ സ്ഥാപനത്തിനായിട്ടുള്ള കഥകളാണ്. ശാകുനേയൻ എന്ന ഭസ്മാസുരൻ്റെ കഥയാണ്. അത് കഴിഞ്ഞ് സന്താന ഗോപാലം. അത് കഴിഞ്ഞ് പിന്നത്തെ അധ്യായത്തിലും വീണ്ടും വിഷ്ണു മഹത്വ പരീക്ഷണം. ഭൃഗുമഹർഷി ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് പരീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ്. അത് കഴിഞ്ഞ് 90-ാം അധ്യായത്തിൽ മൊത്തത്തിലൊരു ഉപസംഹാരം, ഭഗവാന്റെ ലീലകളുടെ എല്ലാം, ഭഗവാന്റെ ഗാർഹസ്ഥ്യത്തിൻ്റെ എല്ലാറ്റിൻ്റെ ഒരു സംഗ്രഹം പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ അവതാര ദൗത്യം പൂർത്തിയാക്കി ഇവിടുന്ന് പോകാനായിക്കൊണ്ട്, തൻ്റെ ദേഹം ഉപേക്ഷിക്കുവാനായിക്കൊണ്ട്, സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകാനായിക്കൊണ്ട് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചന തന്നുകൊണ്ടാണ് ദശമസ്കന്ധം 90-ാം അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി കഥ എന്ന് പറയാൻ സന്താനഗോപാലം എന്ന അത്യത്ഭുതകരമായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹ കഥയാണ്. മറ്റത് രണ്ടും വിഷ്ണു മഹത്വ സ്ഥാപനത്തിനായിക്കൊണ്ടുള്ള കഥകളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു ശ്രുതിഗീതയുടെ സ്ഥാനം അല്ലെങ്കിൽ ആവശ്യം എന്താണിപ്പോൾ ഇവിടെ? എന്തിനാപ്പോൾ ശ്രീകൃഷ്ണ ലീലകൾ പറയുന്നതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടൊരു ശ്രുതിഗീത വെച്ചത്? വേണമെങ്കിൽ അടുത്ത സ്കന്ധത്തിലേക്ക് വെക്കാമായിരുന്നില്ലേ? അല്ലേ? ഏകാദശ സ്കന്ധം, മുക്തിസ്കന്ധം, വേദാന്ത തത്വങ്ങൾ ഉപദേശിക്കുന്ന സ്കന്ധം. അപ്പോൾ ആ കൂട്ടത്തിൽ പോരെ ഈ ശ്രുതിഗീതയും? എന്താ ഇപ്പോൾ ഇവിടെ യാതൊരു സംബന്ധമില്ലാതൊരു ശ്രുതിഗീത? ഇത് മുഴച്ചു നിൽക്കുന്നുവല്ലോ ഇവിടെ എന്നൊക്കെ നമുക്ക് തോന്നാം, അല്ലേ? തോന്നിക്കൂടെ? അല്ലെങ്കിൽ തോന്നണം. തോന്നിയില്ലെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല എന്നർത്ഥം. മുമ്പേ ഗമിച്ചീടിന ഗോവുതൻ്റെ
പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന മട്ടിലുള്ള ഗതാനുഗതികന്മാരായ കുറേ ചിന്താശേഷി നഷ്ടപ്പെട്ടവർ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ചിന്തിക്കാൻ കഴിവില്ലായ്മ. ഒരു കാര്യത്തിൻ്റെയും സത്യം അന്വേഷിക്കണമെന്ന് ആർക്കും ഒരു താല്പര്യമില്ല. ഭൂരിപക്ഷം ആളുകൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മളും ചെയ്യുക. ഒരു എന്താ പറയുക, വലയിൽപ്പെട്ട പോലെ അവശരാണ് എല്ലാവരും. അതാണല്ലോ ഇന്നത്തെ രാഷ്ട്രീയം അല്ലേ. നമ്മുടെ ഇന്ന് കേരളത്തിൽ പകുതി ഭാഗത്ത് വോട്ടെടുപ്പാണ്, മറ്റന്നാ പകുതി ഭാഗത്ത് അല്ലേ. തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ടേക്ക് ഇന്ന് കഴിഞ്ഞു തോന്നുന്നു. അല്ല, തൃശ്ശൂരൊന്നില്ലേ? തൃശ്ശൂർ 11-നാണോ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് 11-ാം തീയതിയാണ് മലബാർ, പാലക്കാടും മറ്റ് മലബാർ ഭാഗത്തുമൊക്കെ 11-ാം തീയതിയാണ്. അപ്പോൾ ഇതിലൊക്കെ ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മുഴുവൻ കഴുതകൾ തന്നെയാണ്. പ്രബുദ്ധർ എന്നൊന്നും അർഹതയുള്ള പദമൊന്നുമല്ല. പ്രബുദ്ധർ വടക്കേ ഇന്ത്യക്കാരാണ്. ഇന്നത്തെ ഭാരതത്തിൻ്റെ അവസ്ഥയിൽ പ്രബുദ്ധരായിട്ടുള്ളവർ ബീഹാറികളാണ്. ഇപ്പം അടുത്ത് നമ്മൾ കണ്ടു എന്തൊരു പ്രബുദ്ധതയാണ് അവർക്കുള്ളത് എന്ന്. അവർക്കറിയാം ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ എല്ലാവർക്കും ഇവിടെ ശാന്തിയും സമാധാനവും സ്വൈരവും ഉണ്ടാവണമെങ്കിൽ ആരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. എന്താ പറയുക, ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയും ധൂർത്തടിക്കുകയും മറ്റ് എന്താ പറയുക മതരാജ്യം സ്ഥാപിക്കാൻ ഒരുമ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി കൊടപിടിക്കുകയും ചെയ്യുന്ന, അവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് കൊടുത്ത് അവരെ ജയിപ്പിച്ചാൽ അത് വലിയ ചതിയായിരിക്കും. നമ്മൾ തന്നെ നമ്മളെ ചതിക്കുന്നതായിരിക്കും. നമ്മൾ ഇരിക്കുന്ന കൊമ്പ് നമ്മൾ തന്നെ വെട്ടുന്നതായിരിക്കും. നമ്മൾ തന്നെ നമ്മളെ നശിപ്പിക്കാനുള്ള എല്ലാം സൗകര്യമൊരുക്കി കൊടുക്കലായിരിക്കും എന്ന് എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്ന് നിങ്ങൾ പരിഹസിച്ചാലും ആ ബീഹാറികളാണ് കേരളീയരെക്കാൾ പ്രബുദ്ധർ. വാസ്തവത്തിൽ കേരളത്തിലെ പ്രബുദ്ധതയൊക്കെ എന്നോ പോയിക്കഴിഞ്ഞു. അടിമകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ചിന്തിക്കാൻ ശേഷിയില്ലാത്ത കുറേ അടിമകൾ. പ്രബുദ്ധരൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ടു എന്ന് പറയുക. ആ തലമുറകളൊക്കെ കഴിഞ്ഞും പോയി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഒരു കേസാണ് കേരളത്തിൽ വിധി പറഞ്ഞ കേസ്. ഇന്നും എല്ലായിടത്തും അത് തന്നെയാണ് ചർച്ച. ഇലക്ഷനിൽ വോട്ട് ചെയ്ത് വരുന്നവരോടൊക്കെ അതാണ് ചോദ്യം. ആരുടെ? മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു, അത് നടന്നില്ല. അവരുടെ നിരാശ. അപ്പോൾ അവർ സ്വയം അവരെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കണ്ടേ? അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും തങ്ങൾക്ക് അനുകൂലമായിട്ട് പറയുമോ? ആരുടെയെങ്കിലും അണ്ണാക്കിൽ കുത്തിയാൽ തങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് സമ്മതിച്ചു തരുമോ? അങ്ങനെ തോണ്ടി ഇതുമായിട്ട് നടക്കുകയാണ് അവർ. യഥാർത്ഥത്തിൽ നീതി ജയിച്ചു, ന്യായം ജയിച്ചു എന്ന് തന്നെയാണ് വിവേകമുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്, അറിവുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ വികാരങ്ങൾക്കടിമകളായിട്ടുള്ള ആളുകൾ മാത്രമേ ചിന്തിക്കാതെ ഏകപക്ഷീയമായി ചിന്തിച്ച് മന്ദബുദ്ധികളായിട്ട് ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളൂ. ഇന്നലെ നടന്നിട്ടുള്ള വിധിക്കെതിരെ പറഞ്ഞിട്ടുള്ളൂ. മന്ദബുദ്ധികൾ, വികാരങ്ങൾക്കടിമകൾ, ചിന്തിക്കാത്തവർ. അപ്പോൾ ആധ്യാത്മിക രംഗത്തും ഇതേ സ്വഭാവം തുടരുകയാണ്. മന്ദബുദ്ധികളുടെ പ്രവാഹം. അന്തേനൈവ നിയമാന യഥാന്താഹ. ഒന്നിനെയും കുറിച്ച് ഒരു ചോദ്യവുമില്ല, ഒരു ചിന്തയുമില്ല. അങ്ങനെ
ആരോ എന്തൊക്കെയോ പറയുന്നു, കേൾക്കുന്നു, തലയാട്ടുന്നു, നല്ല രസം, നന്നായിട്ടുണ്ട്, കുറെ വായിക്കുന്നു, കുറെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഞാനും ഭാഗവതം പഠിച്ചു, എനിക്കും ഭാഗവതം പാടാനറിയാ, ചൊല്ലാനറിയാ, ഞാൻ വേണമെങ്കിൽ സപ്താഹം നടത്തും എന്നൊക്കെ ഓരോരുത്തരും ചിന്തിക്കുന്നു, പറയുന്നു, പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നു. അപ്പോൾ ഈ ദശമസ്കന്ധത്തിലെ വരുന്ന അധ്യായങ്ങളിലൂടെ സൂചിപ്പിക്കുന്നതും വിഷ്ണു മഹത്വമാണ്. സന്താനഗോപാലം കഥയിലൂടെയും വിഷ്ണു തത്വമാണ്. വലിയ ഉപദേശമാണ് ആ സന്താനഗോപാലൻ കഥയ്ക്ക് നമുക്ക് നൽകാനുള്ളത്. അതിന് മുന്നോടിയായി ഈ 87-ാം അധ്യായത്തിലും ഈ വേദസ്തുതി അഥവാ ശ്രുതിഗീതയിലൂടെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ആശയം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. അതിന് എന്ത് വേണം? സഗുണവും നിർഗുണവും ഒന്ന് തന്നെ എന്ന ബോധ്യം വരണം. സഗുണവും നിർഗുണവും ഒന്ന് തന്നെ. നമ്മൾ ആദ്യം ഉപാസിക്കാൻ സഗുണഭാവം തിരഞ്ഞെടുക്കുന്നു. ആ സഗുണോപാസനയിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുകയും സൂക്ഷ്മമാക്കുകയും ഏകാഗ്രമാക്കുകയും ചെയ്തുകൊണ്ട് പിന്നീട് അതിനെ നിർഗുണത്തിലേക്ക് ഉയർത്താൻ, നിർഗുണ ധ്യാനത്തിലേക്ക് ഉയരാനായി കൊണ്ടുള്ള ആ ഒരു മൊമെന്റം അഥവാ ശക്തി ആർജിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്ക് ഉയരണം നമ്മൾ. അതിന് ആദ്യം സഗുണഭാവത്തിൽ ആണ് തുടങ്ങേണ്ടത്. മനസ്സിന് ഏകാഗ്രത കിട്ടണമെങ്കിൽ മനസ്സിന് ഒരു ആലംബനം വേണം. അതിനാണ് സഗുണോപാസന. ആ സഗുണം തന്നെയാണ് ഈ കൃഷ്ണൻ. നമ്മൾ ഇത്രയും അധ്യായങ്ങളിലൂടെ 86 അധ്യായങ്ങളിലൂടെ വർണ്ണിച്ച ഭഗവാന്റെ ലീലകൾ, ഏതൊരു ഭഗവാനാണോ കൃഷ്ണനായി അവതരിച്ച് ഈ ലീലകളെല്ലാം ചെയ്തത്, ആ ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ സ്വയം ആ ഗുണമൂർത്തിയാണ്. എല്ലാ ഗുണങ്ങളുടെയും മൂർത്തീഭാവമാണ്. അനന്ത കല്യാണ ഗുണമൂർത്തിയാണ്. അതേസമയം നിർഗുണ ബ്രഹ്മവുമാണ്, ഗുണാതീതമായ വസ്തുവുമാണ്. നാരായണീയകാരൻ വളരെ മനോഹരമായിട്ടാണ് 1-ാം അധ്യായത്തിൽ അതെല്ലാം വർണ്ണിച്ചു തരുന്നത്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷ സിന്ധൗ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസി തുല്യം ഖലു വിമലതരം സത്വമാഹുസ്തമാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വത്കലാസ്വേവ ഭൂമൻ. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ ഒരേ സമയം സകളവുമാണ്, എന്നാൽ നിഷ്കളവുമാണ്. കസ്മാൻ നോ നിഷ്കളഃ ത്വം, എന്തുകൊണ്ട് അങ്ങ് നിഷ്കളനല്ല? സകള ഇതി വചഃ ത്വത്കലാസു ഏവ ഭൂമൻ, അല്ലയോ ഭൂമൻ, ബ്രഹ്മസ്വരൂപ, ഏറ്റവും വലിയവനെ. സകളഃ ഇതി വചഃ, സകലൻ, അവയവങ്ങളോട് കൂടിയവൻ, കലകളോട് കൂടിയവൻ എന്ന പദം ത്വത്കലാസു, അങ്ങയുടെ അംശാവതാരങ്ങൾക്ക് ചേരുന്നതാണ്. ഈ പൂർണാവതാരമായ കൃഷ്ണൻ അത് നിഷ്കളം തന്നെയാണ്, നിഷ്കള ബ്രഹ്മം തന്നെയാണ്. തരംഗവും സമുദ്രവും ഒന്ന് തന്നെയാണ്, ജലം തന്നെയാണ്.
അങ്ങയുടെ ഈ കൃഷ്ണമൂർത്തി ആ നിഷ്കള ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസ തുല്യം ഖലു വിമലതരം സത്വം. വിമലതരമായ ശുദ്ധമായ സത്വമാണ് ആ ബ്രഹ്മസിന്ധുവിൽ, ബ്രഹ്മമാകുന്ന സിന്ധുവിൽ ഒരു കല്ലോലം, ഒരു തിരമാല, ഒരു തരംഗം അതുപോലെ ഒരു പൊങ്ങി വന്നിട്ടുള്ളതായിട്ടുള്ള ആ നിഷ്കള ബ്രഹ്മം തന്നെയാണ് ഈ സഗുണ സാകാരമായി ലീലയാടിക്കൊണ്ടിരിക്കുന്ന ഈ കൃഷ്ണൻ. അപ്പോൾ ഈ സഗുണോപാസനയിലൂടെ നമ്മൾ നിർഗുണോപാസനയിലേക്ക്, നിഷ്കള ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ഉപാസനയുടെ തത്വം. ഇപ്പൊ നമ്മൾ ഭാഗവതം ഉപാസിക്കുന്നു. എന്തിന്? ആ ഭഗവാന്റെ രൂപത്തെ എന്താ പറയുക, കുറിച്ച് കാതുകളെ കൊണ്ട് കേട്ടും അല്ലേ, നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുതാംബോധി പൂരേ രമേരൻ. അപ്പോൾ ഈ ഭഗവാന്റെ ഈ മനോഹര രൂപത്തെക്കുറിച്ച് കണ്ണുകൾ കൊണ്ട് കുടിച്ചും കാതുകൾ കൊണ്ട് കേട്ടും നാവ് കൊണ്ട് സ്തുതിച്ചും വർണ്ണിച്ചും മനസ്സുകൊണ്ട് ധ്യാനിച്ചും കൈകളെ കൊണ്ട് പൂജിച്ചും കാൽകൾ കൊണ്ട് പ്രദക്ഷിണാദികൾ ചെയ്തും ഓരോ രീതിയിലും ആ ഭഗവാനെ ഈ സഗുണഭാവത്തിൽ ഉപാസിച്ച് ആ ഭഗവാൻ ഈ താൻ ഉപാസിക്കുന്ന മൂർത്തി മാത്രമല്ല, ഈ ജഗത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, ഈ ജഗത്ത് തന്നെ അവന്റെ മൂർത്തിയാണ് എന്നുള്ള ഭാവം ഉറപ്പിച്ച് ഈ ജഗത്തിനും അതീതനാണവൻ. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. അവന്റെ യഥാർത്ഥ ഭാവം ഇതിനെല്ലാം അതീതമാണ്, ഈ വിശ്വത്തേക്ക് അതിക്രമിച്ചു നിൽക്കുന്നു. ഈ വിശ്വം എന്നുള്ളത് അവന്റെ ചെറിയൊരു അംശം മാത്രമാണ് എന്നുള്ള ഭഗവാന്റെ ആ മഹത്വത്തിലേക്ക് നമ്മുടെ ഭാവന ഉയരണം, വികസിക്കണം, ഉദാത്തമാകണം. അതാണ് ഉപാസനയുടെ ലക്ഷ്യം. അല്ലാതെ എന്നും ഒരേ നിലയിൽ തന്നെ ഇരിക്കുകയല്ല വേണ്ടത്. എന്നും LKG ക്ലാസ്സിൽ ഇരിക്കാനുള്ളതല്ല. ക്ഷേത്രത്തിൽ ജനിച്ച് ക്ഷേത്രത്തിൽ മരിക്കരുത്. അർച്ചായാമേവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ ന തദ്ഭക്തേഷു ന ച അന്യേഷു സഭക്തഃ പ്രാകൃതസ്മൃതഃ. ഏകാദശം ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, വെറും വിഗ്രഹത്തിൽ മാത്രം ഒട്ടിപ്പിടിച്ചിരിക്കുന്നവൻ പ്രാകൃതനാണ്. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവമാത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. സർവഭൂതങ്ങളിലും ആരാണോ ഭഗവത് ഭാവം കാണുന്നത്, എല്ലാ ഭൂതങ്ങളെയും തന്നിലും ഭഗവാനിലും ആരാണ് കാണുന്നത്, ഭഗവാനെ സകല ചരാചരങ്ങളിലും തന്നിലും ആരാണ് കാണുന്നത്. ഇങ്ങനെ ഈശ്വരൻ, ജീവൻ, ജഗത്ത് ഈ മൂന്നും തമ്മിൽ ഭേദമില്ല എന്ന് ആര് ഉറയ്ക്കുന്നുവോ അവനാണ് ഭാഗവതോത്തമൻ. ആ ഭാഗവതോത്തമ തലത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ഈ പ്രയാസമൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ നേരം പോക്കല്ല. ഭാഗവതം നമ്മൾ പഠിക്കുന്നതും ഉൾക്കൊള്ളുന്നതും ഉപാസിക്കുന്നതും നേരം പോക്കായിട്ട് മാത്രമല്ല, ഈ ഒരു ഉയരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ആ സഗുണം തന്നെയാണ് നിർഗുണം, നിർഗുണം തന്നെയാണ് സഗുണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ശ്രുതിഗീത ചെയ്യുന്നത്. അതാണ് ശ്രുതിഗീതയുടെ സ്ഥാനം. അപ്പോൾ ഇനി നമുക്ക് ശ്രുതിഗീതയിലേക്ക് പ്രവേശിക്കാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സപ്താശീതിതമോऽധ്യായഃ. പരീക്ഷിതുവാച ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത് സദസദഃ പരേ. പരീക്ഷിതുവാച ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത് സദസദഃ പരേ. നാരായണ. പരീക്ഷിത് ഉവാച, പരീക്ഷിത്ത് പറയുകയാണ്. രാജോവാച രാജോവാച എന്നാണ് പൂർവ്വശ്ലോകങ്ങളിലൊക്കെ പൂർവാധ്യായങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ? പരീക്ഷിത് ഉവാച. പരീക്ഷിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നല്ലതുപോലെ പരീക്ഷിച്ചു നോക്കുന്നവനാണ്. അപ്പോൾ ഒരു നല്ല സത്യാന്വേഷിയാണ് എന്നർത്ഥം. പരിതഃ ഈക്ഷതേതി പരീക്ഷിത്ത്. എല്ലാ കാര്യത്തിൻ്റെയും സൂക്ഷ്മവശങ്ങളെ നല്ലതുപോലെ വിശകലനം ചെയ്ത് വിമർശിച്ച് നോക്കുന്നവനാണ് പരീക്ഷിത്ത്. അപ്പം അതുകൊണ്ട് സത്യാന്വേഷിയാണ് പരീക്ഷിത്ത്. ഒരു സത്യാന്വേഷിയുടെ ചോദ്യമാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം. ആ പരീക്ഷിത്ത് സുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, ഹേ ബ്രഹ്മൻ, ഇവിടെ സംബോധന തന്നെ ഹേ ബ്രഹ്മജ്ഞ, ബ്രാഹ്മണോത്തമ, ശാസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നവനെ, ഗ്രഹിച്ചിരിക്കുന്നവനെ, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്നവനെ, മഹാത്മാവേ എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മൻ. ബ്രഹ്മണി അനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത് സദസദഃ പരേ. ഇവിടെ അനിർദ്ദേശ്യേ ബ്രഹ്മണി, നിർഗുണേ ബ്രഹ്മണി, ബ്രഹ്മത്തെ, ബ്രഹ്മണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ എന്നാണ്. ബ്രഹ്മത്തിൽ, ആ ബ്രഹ്മം എങ്ങനെയുള്ളത്? അനിർദ്ദേശ്യേ നിർഗുണേ, അനിർദ്ദേശ്യവും നിർഗുണവും. അനിർദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ഇന്നത് എന്ന് നിർദ്ദേശിക്കാൻ, നന്നായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്തത്, നന്നായി പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത്. എന്തുകൊണ്ട്? നിർഗുണമായതുകൊണ്ട് തന്നെ ആണ് നിർഗുണേ എന്ന് കൂടി പറഞ്ഞു. ഗുണരഹിതമായതുകൊണ്ട്, സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളും ഇല്ലാത്ത ഗുണരഹിതമായിരിക്കുന്ന, ഗുണരഹിതമായതുകൊണ്ട് നിർദ്ദേശിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ ബ്രഹ്മത്തിൽ ഗുണവൃത്തയഃ ശ്രുതയഃ. അല്ല, ഇനി മറ്റു ഈ ബ്രഹ്മത്തെ ഇനിയൊരു വിശേഷണം കൂടി പറഞ്ഞിട്ടുണ്ട്. സാക്ഷാത് സദസദഃ പരേ. ഇപ്പൊ സാക്ഷാത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാക്ഷാത് എന്നുള്ളത് കഥം ചരന്തി, സാക്ഷാത് കഥം ചരന്തി ശ്രുതയഃ എന്നുള്ളിടത്ത് കിട്ടണം. അപ്പോൾ സദസദഃ പരേ, സത്തിനും അസത്തിനും പരമായിരിക്കുന്നത്. പരമെന്നാൽ മുകളിലിരിക്കുന്നത്, ശ്രേഷ്ഠമായിരിക്കുന്നത്, അതീതമായിരിക്കുന്നത്. അപ്പൊ സത്തും അസത്തും കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? സത്ത് എന്നതുകൊണ്ട് കാര്യവും, അസത്ത് എന്നുള്ളത് കൊണ്ട് കാരണവും. അപ്പൊ കാര്യവും കാരണവുമായിരിക്കുന്ന ഈ പ്രപഞ്ചം, പ്രപഞ്ചമാണ് സത്തും അസത്തുമായി അഥവാ കാര്യവും കാരണവുമായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന, പരമായിരിക്കുന്ന, സത്തിനും അസത്തിനും അതീതമായിരിക്കുന്ന അനിർദ്ദേശ്യമായ നിർഗുണമായ ബ്രഹ്മണി, ബ്രഹ്മത്തിൽ കഥം ചരന്തി ശ്രുത സാക്ഷാത്, കഥം സാക്ഷാത് ചരന്തി ശ്രുതയഃ. എപ്രകാരമാണ് ഈ ശ്രുതികൾ, ശ്രുതികൾ എന്നാൽ വേദങ്ങൾ, സാക്ഷാത്തായിട്ട്, സാക്ഷാത്ത് നേരിട്ട്, പ്രത്യക്ഷമായിട്ട്, വ്യക്തമായിട്ട് എന്നൊക്കെ അർത്ഥം. ചരന്തി പ്രവേശിക്കുന്നത്, വ്യാപരിക്കുന്നത്. എങ്ങനെയാണ് വേദങ്ങൾക്ക് ആ നിർഗുണ ബ്രഹ്മത്തിലേക്ക് പ്രവേശം
എന്ന് ചോദിച്ചാൽ നിർഗുണ ബ്രഹ്മത്തെ, എല്ലാറ്റിനും അതീതമായിരിക്കുന്ന ബ്രഹ്മത്തെ വേദങ്ങൾക്ക് എങ്ങനെ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയും? കാരണം വേദങ്ങൾ വാക്കുകളാണ്. ശബ്ദ ബ്രഹ്മം എന്നാ പറയുക വേദത്തിന്, അല്ലേ? ബ്രഹ്മത്തെ ശബ്ദത്തിലൂടെ പ്രതിപാദിക്കുന്നത് ശബ്ദബ്രഹ്മം. അപ്പൊ ശബ്ദങ്ങൾ വാക്കുകളാണ്. ആ വാക്കുകൾക്ക് അതെന്താണ്? ആ ശ്രുതയ എന്നുള്ളതിന് മറ്റൊരു വിശേഷണം പറഞ്ഞു, ഗുണവൃത്തയ. ഗുണവൃത്തയ എന്നുള്ളത് ശ്രുതികളുടെ വിശേഷണമാണ്. ശ്രുതികളുടെ സ്വഭാവം എന്താണ്? അതിൻ്റെ ധർമ്മം എന്താണ്? അത് ഗുണവൃത്തികളാണ്. ഗുണവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഗുണത്തിൽ വർത്തിക്കുന്നത്, ഗുണങ്ങളിൽ വർത്തിക്കുന്നത്, ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്ന് വെച്ചാൽ ശബ്ദത്തിന് ഗുണങ്ങളെക്കുറിച്ച് മാത്രമേ പ്രതിപാദിക്കാൻ കഴിയൂ, ഗുണങ്ങളിൽ മാത്രമേ ചരിക്കാൻ കഴിയൂ. അപ്പോൾ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങൾ കൊണ്ട് നിർമ്മിതമായ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെ. സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളായ ഗുണവൃത്തികളായ ഈ പ്രപഞ്ചത്തിൽ മാത്രം സഞ്ചരിക്കുന്ന വേദങ്ങൾക്ക് എങ്ങനെ അതിനെല്ലാം അതീതമായിരിക്കുന്ന, സത്തിനും അസത്തിനും പരമായിരിക്കുന്ന, അനിർദ്ദേശ്യമായിരിക്കുന്ന, നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ പ്രവേശനം? അല്ലേ? എങ്ങനെയാണ് വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള തോണിയും കപ്പലും ആകാശത്ത് പറക്കുക? സാധിക്കുമോ? ഇതുപോലൊരു ചോദ്യമാണ്. ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കരയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, റോഡിലൂടെ എത്ര വേഗത്തിൽ വേണം ഓടുന്ന വാഹനമായിക്കോട്ടെ, അവയ്ക്ക് ആകാശത്തിലേക്ക്, ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള കഴിവുണ്ടോ? നക്ഷത്രങ്ങളെ തൊടാനോ അല്ലെങ്കിൽ മേഘങ്ങളെ തൊടാനോ ഉള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അതിൻ്റെ സഞ്ചാരപഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാനായിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് ഭൂമിയിലൂടെ ഓടുന്ന എത്ര നല്ല വാഹനങ്ങളായിക്കോട്ടെ അത്. ഇനി വെള്ളത്തിൽ മാത്രം സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് വെള്ളത്തിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടിലും കൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട്, അല്ലേ? കരയിൽ ഓടുമ്പോൾ ഓടും, വെള്ളം കണ്ടു കഴിഞ്ഞാൽ അത് ഒരു വെള്ളത്തിൻ്റെ ഇതിനനുസരിച്ച് പോകുന്ന വാഹനമായി മാറുന്ന ഇഷ്ടംപോലെ വിദേശത്തൊക്കെ ധാരാളമായിട്ട് അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. കരയിലൂടെ ഓടി വരുന്ന ഒരു ബസ് പോലെ വരും. ഒരു വെള്ളം ക്രോസ് ചെയ്യണമെങ്കിൽ, ഒരു നദിയോ ഒരു വലിയ എന്താ പറയുക കായലോ ഒക്കെ കിടക്കണമെങ്കിൽ നേരെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അതൊരു ബോട്ട് പോലെ പ്രവർത്തിക്കും. രണ്ടും കൂടി സാധിക്കും. എന്നാൽ ആകാശത്തേക്ക് പൊങ്ങാൻ അതിന് കഴിവുണ്ടോ? അതില്ല. അപ്പോൾ അതിനിവിടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സത്വഗുണത്തിലും അല്ലെങ്കിൽ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും മാത്രം സഞ്ചരിക്കുന്ന വാഹനമാണ്, അല്ലേ? അതിനേക്കാൾ ഉയരത്തിൽ പോകാൻ കഴിയില്ല. അതുപോലെ വിമാനങ്ങൾക്ക് ആകാശത്തേക്ക് ഉയരാൻ കഴിയും. ശൂന്യാകാശത്തേക്ക് ഉയരാൻ പറ്റുമോ? ബഹിരാകാശത്തേക്ക് ഉയരാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ബഹിരാകാശത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വേറെയാണ്, അല്ലേ? ഭൂഗുരുത്വ ആകർഷണത്തെ അതിക്രമിച്ചുകൊണ്ട് അതിനും മുകളിലേക്ക് പോകുന്ന റോക്കറ്റുകൾ, വലിയ വലിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതായിട്ടുള്ള വാഹനങ്ങൾ, അതൊന്ന് വേറെയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ. അതുപോലെ ഇവിടെ വേദങ്ങൾ എന്നാൽ ശബ്ദബ്രഹ്മം, വാക്കുകളാണ്. ഈ വാക്കുകൾക്ക് അത് ഗുണവൃത്തികളാണ്. സത്വം, രജസ്, തമസ് മുതലായ ഗുണങ്ങളിൽ പെടുന്ന കാര്യങ്ങളെ മാത്രമേ അതിന് വർണ്ണിക്കാൻ കഴിയൂ. അങ്ങനെയുള്ള വാക്കുകൾക്ക് എങ്ങനെയാണ് അനിർദ്ദേശ്യവും നിർഗുണവും സത്തിനും അസത്തിനും പരവുമായിരിക്കുന്ന ബ്രഹ്മത്തിൽ പ്രവേശം, അതിൽ സഞ്ചാരം, അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക? അപ്പോൾ അത് വേദം തന്നെ സമ്മതിക്കുന്നുണ്ട്.
വേദം തന്നെ സമ്മതിക്കുന്നു, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഇതൊക്കെ പരീക്ഷത്തും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. പരീക്ഷത്തും എവിടുന്നോ പഠിച്ചിട്ടുണ്ട്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. എവിടെ നിന്നാണോ വാക്കും മനസ്സും പ്രാപിക്കാതെ പിന്തിരിയുന്നത്, നിവർത്തിക്കുന്നത്, അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിലേക്ക് വാക്കുകൾക്ക് പ്രവേശനമില്ല. വാക്കുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ചൂണ്ടുപലകകൾ. അപ്പൊ ചൂണ്ടുപലകകൾ എങ്ങനെയാണ് ലക്ഷ്യമാവുമോ? നമ്മൾ ഗുരുവായൂരിലേക്ക് പോകണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലേക്ക് എത്തി. ആ ബോർഡ് കണ്ടു, ഗുരുവായൂർ. ഗുരുവായൂരെത്തി എന്ന് ആരെങ്കിലും പറയുമോ? അവിടെ ഒരു ആരോ മാർക്കോ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 100 കിലോമീറ്റർ, 90 കിലോമീറ്റർ. നിങ്ങൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് വെച്ചാൽ അവിടുന്ന് അത്രയും കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഏത് വഴിക്കാ പോകേണ്ടതെന്ന് ഒരു ചൂണ്ട് ഇതുണ്ടാവും, ആരോ മാർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗുരുവായൂർ എന്നുള്ള ബോർഡ് ഗുരുവായൂരല്ല. നിങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടുമില്ല. ഇനി അത് സൂചിപ്പിക്കുന്ന ബോർഡ് കണ്ടാൽ എത്തി എന്ന് ഉറപ്പിച്ചോളൂ. കിലോമീറ്ററുകളും കാണിക്കാതെ ചൂണ്ട് ആരോ മാർക്കും ഇല്ലാതെ ഗുരുവായൂർ 0 എന്നിട്ടില്ലെങ്കിലും വെറുതെ ഗുരുവായൂർ എന്ന് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗുരുവായൂരെത്തി എന്നർത്ഥം. റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ കാണാം, ബസ് സ്റ്റാൻഡിലെത്തിയാൽ കാണാം. പക്ഷേ അത് പറഞ്ഞിട്ട് നമ്മൾ പോകേണ്ട സ്ഥലം വേറെ എവിടെയാണെന്ന് തീരുമാനിക്കുകയും വേണം. അമ്പലത്തിലേക്കാണ് പോകേണ്ടത് വെച്ചാൽ ക്ഷേത്രത്തിലേക്ക്, ശ്രീകൃഷ്ണ ടെമ്പിൾ എന്നൊരു ആരോ മാർക്ക് കാണും. അതിനനുസരിച്ച് സഞ്ചരിക്കണം. ഗുരുവായൂർ എന്ന ഡെസ്റ്റിനേഷൻ നമ്മളെത്തി, അവിടുന്ന് പിന്നെയും പോകാനുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള സൂചകങ്ങൾ മാത്രമാണ്. അല്ലാതെ ആ വസ്തുവിൽ ചരിക്കുന്നില്ല. അപ്പം അത് അറിഞ്ഞുകൊണ്ടാണ് ഈ പരീക്ഷത്ത് ചോദിച്ചത്. എന്നാൽ മറ്റ് വേദവാക്യങ്ങളും ഉണ്ട്. എല്ലാ വേദങ്ങളും ഏതൊന്നിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുവോ ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സർവേ വേദ യത് പദം ആമനന്തി എന്നെല്ലാമുള്ള പ്രയോഗങ്ങളുണ്ട്. എല്ലാ വേദങ്ങളും ഏതൊരു പദത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നുവോ ചൂണ്ടിക്കാണിക്കുന്നുവോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതുമൊക്കെ പരീക്ഷത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേദങ്ങൾ വാസ്തവത്തിൽ ഗുണവൃത്തികളാണ്, അവയ്ക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. എന്നാലും ഈ വേദങ്ങൾ എങ്ങനെയോ ആ വസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, അതിൽ ചരിക്കുന്നുണ്ട്. എങ്ങനെയാണത് എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡൗട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അവതരണം ചോദ്യം തന്നെ ഗംഭീരം തന്നെ. അപ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് അഥവാ വാക്കുകൾക്ക്, ശബ്ദങ്ങൾക്ക് പലതരത്തിലുള്ള പ്രവൃത്തികളുണ്ട്. അതിന് മുഖ്യം, ഗൗണം, ലക്ഷണ എന്നിങ്ങനെ 3 പറയും. ഇതിലേത് വൃത്തിയാണ് ഈ വേദത്തിൻ്റെ വൃത്തി? വേദത്തിൽ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? മുഖ്യവൃത്തിയാണോ, ഗൗണവൃത്തിയാണോ, ലക്ഷണവൃത്തിയാണോ എന്ന് നോക്കുമ്പോൾ അതാത് സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. മുഖ്യം എന്നുള്ളത് കൊണ്ട് ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന എന്താ പറയുക, പദമാണത്. ഒരു പദം പറയുമ്പോൾ ആ പദാർത്ഥം ഓർമ്മ വരുന്നു. സംജ്ഞ പറയുമ്പോൾ സംജ്ഞയെ ഓർമ്മ വരുന്നു. നാമം പറയുമ്പോൾ നാമിയെ ഓർമ്മ വരുന്നു.
നാമം നാമിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പം അത് ഉറച്ചു പോയിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ. ഇന്ന നാമം ഇന്ന വസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന് ആ കാലം കൊണ്ട് ഉറച്ചു പോയിട്ടുള്ളതിനാണ് രൂഢി എന്ന് പറയും, രൂഢമായത്. മറ്റൊന്ന് പലതുമായിട്ട് യോഗം സംബന്ധം കൊണ്ട് വരുന്ന നാമങ്ങളുണ്ട്. ഉദാഹരണത്തിന് പങ്കജം എന്ന് പറഞ്ഞാൽ പങ്കത്തിൽ നിന്ന് ജനിച്ചത്, ചെളിയിൽ നിന്നുണ്ടായത് എന്നുള്ളൊരു യോഗമാണ്. ചെളിയിൽ ഉണ്ടായത് എന്താണെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം പങ്കജമാണ്. അതിൽ നമ്മളിപ്പോൾ വിശേഷമായിട്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഒരു താമരയായിരിക്കാം. താമരയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ചില പദങ്ങൾ, പങ്കം ചെളിയാണ്, അമ്പു ജലമാണ്, അതിൽ നിന്നുണ്ടായത് അംബുജം അല്ലെങ്കിൽ പങ്കത്തിൽ നിന്നുണ്ടായത് പങ്കജം എന്ന് യോജിച്ച് കണക്ട് ചെയ്ത് അർത്ഥം മനസ്സിലാക്കുന്നു. ചിലതിന് അങ്ങനെ പ്രത്യേകിച്ചൊരു അർത്ഥം പറയാനൊന്നുമില്ല. അതാണ് ഇന്ന വാക്ക് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, ഇന്നതാണ്. അതിനൊരു റൂട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഗ്രഹിച്ച അർത്ഥം പറയാനുള്ള ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട് ആ പദം വന്നു എന്ന് ചോദിച്ചാൽ അത് കാലാകാലങ്ങളായിട്ട് പല ദേശക്കാർ ഉപയോഗിച്ച് പഴകിപ്പോയി. മലയാളികൾ പറയുന്ന വാക്കുകൾ ഈ ദേശത്തുള്ള ആളുകൾ ഉപയോഗിച്ച് പഴകിയ പദമാണ്. തമിഴന്മാർ അവിടുത്തെ ദേശത്തിൽ ഉപയോഗിച്ച് പഴകിയ ഒരു പദം. അപ്പോൾ ആ പദം കേൾക്കുമ്പോൾ ആ ദേശക്കാർക്ക് ആ വാക്ക് ഇന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന്. അപ്പോൾ അതിന് എന്താ പറയുക, ഭഗവാന്റെ അനുഗ്രഹം. ഇനി മറ്റൊരു വൃത്തി, ഗൗണവൃത്തി എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണ്. ഇന്ന ഗുണമുള്ളത്, ഇന്ന നിറമുള്ളത് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പം നമ്മൾ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ഇന്ന വർണ്ണമുള്ളവൻ, ഇന്ന നിറമുള്ളവൻ, ഇത്ര ഉയരമുള്ളവൻ, തടിയുള്ളവൻ എന്നൊക്കെ പറയുന്നത് ഗൗണം ആയിട്ടുള്ള പദങ്ങളാണ്. ഇവിടെ ഈ രണ്ടുമല്ല വാസ്തവത്തിൽ നമ്മൾ വേദാന്ത പ്രയോഗങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ, മറ്റേ അർത്ഥം. അതിൽ ലക്ഷണാവൃത്തി എന്ന് പറയുന്നതായിട്ടുള്ള ആ വൃത്തിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലക്ഷണാവൃത്തി എന്ന് പറഞ്ഞാൽ അത് തന്നെ 3 പ്രകാരത്തിലുണ്ട്. പ്രധാന ലക്ഷണങ്ങൾ ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ജഹാജഹൽ ലക്ഷണ. ഇങ്ങനെയുള്ള 3 തരത്തിൽ ലക്ഷണങ്ങൾ പ്രയോഗിക്കും. സാധാരണ നമ്മൾ ലൗകിക ഇതിലും പ്രയോഗിക്കുന്നതാണ്. അതിൽ ജഹാജഹൽ ലക്ഷണ എന്നുള്ള ആ രീതിയിലാണ് വേദാന്തത്തിലെയൊക്കെ അർത്ഥങ്ങളെ ഗ്രഹിക്കേണ്ടത്. ഇപ്പോൾ അജഹൽ ലക്ഷണ, ജഹൽ ലക്ഷണ, ഇതിനൊക്കെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കും. ജഹത് എന്ന് പറഞ്ഞാൽ ജഹിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്. അജഹത് എന്ന് പറഞ്ഞാൽ ജഹിക്കാത്തത്, ഉപേക്ഷിക്കാത്തത്. ഒരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുക, ഒരു കുതിരപ്പന്തയം കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാരിയ്ക്കുന്നു. അവർ തമ്മിൽ പറയുമ്പോൾ ഒരാൾ ചുവന്ന കുതിരയ്ക്ക് വേണ്ടി പന്തയം വെച്ചിട്ടുണ്ടാവും, വേറൊരാൾ കറുത്ത കുതിരയ്ക്ക് പന്തയം വെച്ചിട്ടുണ്ടാവും, വേറൊരാൾ വെളുത്ത കുതിരയ്ക്ക് പന്തയം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുതിര ഓടുന്നു എന്നുള്ളത് പറയാനായിട്ട് ശോണോദാവതി എന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ ശ്വേതോദാവതി. അപ്പോൾ ശ്വേതോദാവതി എന്ന് പറഞ്ഞാൽ വെളുപ്പ് ഓടുന്നു എന്നാണ്. ശോണോദാവതി എന്ന് പറഞ്ഞാൽ ചുവപ്പ് ഓടുന്നു. അങ്ങനെ ചുവപ്പ് ഓടുമോ, വെളുപ്പ് ഓടുമോ? വെറും വെളുപ്പ് എന്നുള്ള വർണ്ണം തനിയെ ഓടില്ല, അതൊരു ഗുണമാണ്. അപ്പോൾ ആ വെളുപ്പിനോട് ബന്ധപ്പെട്ട് എന്തോന്നും കൂടി ചേർക്കാനുണ്ട്. അങ്ങനെ ചേർത്ത് വായിക്കും. അതാണ് വെളുത്ത കുതിര ഓടുന്നു എന്ന് സന്ദർഭത്തിൽ നിന്ന് പറയുന്നു. ചുവന്ന കുതിര ഓടുന്നു എന്ന് ശോണോദാവതി എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നു. അപ്പോൾ അവിടെ വൃത്തി ഏതാണ്? അജഹത് ലക്ഷണാവൃത്തിയാണ്. വസ്തു ആ ഒരു പറഞ്ഞ വാക്കിൽ നിന്ന് ആ വാക്കിൻ്റെ അർത്ഥത്തെ ത്യജിക്കാതെ പുതിയൊരു വാക്കും കൂടി അതിൽ ചേർത്ത് അർത്ഥം ഗ്രഹിക്കുന്നു.
ശോണഹ എന്നുള്ളത് ചുവപ്പാണ്, ശ്വേത എന്നുള്ളത് വെളുപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് ഇവിടെ സ്വീകരിക്കേണ്ടത്? കുതിരപ്പന്തയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചുവന്ന കുതിര ഓടുന്നു എന്ന് മനസ്സിൽ വൃത്തിയുണ്ടാവുന്നു. പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശോണോ ധാവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു, ചുവന്ന കുതിര ഓടുന്നു. ആരോടെങ്കിലും വിളിച്ചു പറയുകയാണെങ്കിലും അല്ലേ, ഫോണിൽ വിളിച്ചു പറയുകയാണെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കാര്യം മനസ്സിലാവും. അപ്പോൾ കൂടെ വൃത്തി വരും. കുതിരയുടെ രൂപം ആണ് നമ്മുടെ മനസ്സിൽ വരുന്ന വൃത്തി. അപ്പോൾ ആ കുതിരയുടെ രൂപത്തെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രയോഗത്തിന് സാധിക്കും, വെറും വർണ്ണം മാത്രം പറയുമ്പോൾ. അതിൻ്റെ ഗുണമാണ് ആ വർണ്ണം. ശോണോ ധാവതി എന്ന് പറയുമ്പോൾ ശോണഹ അശ്വഹ ധാവതി എന്ന്. അതുപോലെ ജഹത് ലക്ഷണ എന്ന് പറയുന്നതിന് ആ പറഞ്ഞ വാക്കിനെ ഉപേക്ഷിച്ച് പുതിയൊരു വാക്കിൻ്റെ അർത്ഥം അവിടെ സ്വീകരിക്കുക. അതാണ് ജഹത് ലക്ഷണ. ഗംഗായാം ഘോഷഃ എന്ന് പറയും. അതാണ് ഉദാഹരണമായിട്ട് സാധാരണ പറയുക. ഗംഗായാം ഘോഷഃ. ഘോഷം എന്ന് പറഞ്ഞാൽ ഇടയക്കുടി എന്നാണ് അർത്ഥം. പശുക്കളെയും ആടുകളെയൊക്കെ മേയ്ക്കുന്ന ആളുകളുടെ വാസസ്ഥാനം, അതാണ് ഘോഷം. അത് പറഞ്ഞത് ഗംഗായാം. ഗംഗായാം എന്നുള്ളത് സപ്തമി വിഭക്തിയാണ്. അർത്ഥം വരുമ്പോൾ ഗംഗയിൽ എന്നാണ്. ഗംഗയിൽ ഇടയക്കുടി. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? മനസ്സിൽ നമ്മുടെ ഉള്ളിൽ ഗംഗയിൽ ഒഴുകി നടക്കുന്ന ഇടയക്കുടിയാണോ തോന്നുക? അറിയുന്നവർക്കൊക്കെ അറിയാം എന്താ ഉദ്ദേശിച്ചത് എന്ന്. അപ്പൊ എന്ത് ചെയ്യും? ഗംഗയെ വിടും, ഗംഗയുടെ തീരം എടുക്കും. പക്ഷെ ഗംഗയുടെ തീരത്തിരിക്കുന്ന പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഗംഗയുടേതായിട്ടുള്ള ആ ഒരു ശൈത്യം, ഗംഗയുടെ കളകള ശബ്ദം, ഗംഗയുടെ ഫലഭൂയിഷ്ഠത, ഇതൊക്കെ ആ ഭൂമി എവിടെയാണോ ഈ ഗൃഹമുള്ളത്, ആ ഘോഷമുള്ളത്, അവിടെ അതിൻ്റെ സുഖമെല്ലാം ഉണ്ട്, ഗംഗയുടെ ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ട്. എന്നാൽ ഗംഗയുടെ നടുവിൽ ഒഴുകി നടക്കുന്നതല്ല ഈ ഘോഷം. അത് ഗംഗയുടെ തീരത്ത് തന്നെയാണെന്ന് ഉറപ്പിക്കാനാണ് ഗംഗായാം ഘോഷഃ എന്ന് പറയുന്നത്. തീരത്തുനിന്ന് വളരെ വിദൂരത്തുള്ള ഒരു ഇതായിട്ടല്ല എടുക്കുക. അപ്പൊ ഗംഗയെ മനസ്സിൽ കാണുന്നു, പക്ഷെ ഗംഗയുടെ തീരത്ത് കരയിലായിട്ടാണ് ഈ ഘോഷത്തെ മനസ്സിൽ കാണുന്നത്. അപ്പൊ ഒരു വൃത്തി ഉണ്ടാക്കുന്നത്. ഗംഗായാം ഘോഷഃ എന്നുള്ള പ്രയോഗം നമ്മുടെ മനസ്സിൽ ഗംഗാ തീരത്തിലിരിക്കുന്ന ഒരു ഇടയക്കുടിലിന്റെ ചിത്രം നമ്മുടെ ഉള്ളിൽ തെളിയിക്കുന്നു. അതാണ് വൃത്തി എന്ന് പറയുന്നത്. മനസ്സിലുണ്ടാകുന്ന രൂപമാണ് വൃത്തി. ഒരു വസ്തുവിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്പഷ്ടമായിട്ടുള്ള രൂപം. ഇവിടെ ഉപനിഷത്തുക്കൾ പറയുന്നതായിട്ടുള്ള പദങ്ങളിൽ, അതുപോലെ തത്വമസി മുതലായ മഹാവാക്യങ്ങളിൽ ഒക്കെ നമ്മൾ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നാണെങ്കിൽ ജഹാജഹൽ ലക്ഷണ എന്ന് പറയും. ജഹത്വമല്ല അജഹത്വമല്ല, രണ്ടും കൂടി ചേർന്നൊരു ലക്ഷണം. ഭാഗത്യാഗ ലക്ഷണ എന്നും അതിന് പറയും. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് സ്വയം ദേവദത്ത എന്ന്. സ്വയം ദേവദത്ത എന്ന് പറഞ്ഞാൽ സഹ അയം ദേവദത്ത. അയം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിരിക്കുന്ന, ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നതിനാണ് അയം എന്ന് പറയുക. ഇവൻ എന്നൊക്കെ അർത്ഥത്തിൽ. ഇവൻ ദേവദത്തനാണ്. ഇവൻ ആരാണ്? സഹ അവൻ. അപ്പോൾ അവൻ തന്നെ ഇവൻ, ആ ദേവദത്തൻ തന്നെ സഹദേവദത്ത അയം ദേവദത്ത എന്ന് അർത്ഥമാണ്. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? ദേവദത്തൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് അറിയാം ഒരു വ്യക്തിക്ക്. പക്ഷെ ആ ദേവദത്തനെ പണ്ടെങ്ങാണ്ടോ വേറെ ഏതോ ദേശത്ത് വെച്ച് കണ്ടിട്ടുള്ളതാണ്. ഏതോ രൂപമായിരുന്നു അന്ന് ആ ദേവദത്തന്. അപ്പൊ മുമ്പ് ഒരു ദേശത്ത്, വളരെ കാലം മുമ്പ്, മറ്റൊരു കാലത്തിൽ എന്ന് പറയാം. അപ്പൊ കാലവും ദേശവും വസ്തുവിനും അഥവാ രൂപത്തിനും വ്യത്യാസം. ഈ ആൾക്ക് അന്ന് വളരെ കുട്ടിയായിരുന്നു, ആരോഗ്യമൊന്നുമില്ലാതെ, ശരീരം മെലിഞ്ഞ്, നല്ല വസ്ത്രങ്ങളൊന്നും ധരിക്കാനില്ലാതെ ഉണങ്ങിയ മെലിഞ്ഞ ഒരാൾ, ഒരു കൊച്ചുകുട്ടി.
അവനെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇന്നയാളുടെ മകനാണെന്നൊക്കെ അറിയാം. ദേവദത്തൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ആ ദേവദത്തൻ തന്നെയാണ് ഇവൻ എന്ന് നമ്മളോട് മറ്റൊരാൾ സൂചിപ്പിക്കുകയാണ്. നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. കാരണം ഏതോ കാലത്ത് ഏതോ ദേശത്ത് ഏതോ രൂപത്തിൽ കണ്ടു മറന്ന ഒരു വ്യക്തിയെ നമ്മളിവിടെ ഒട്ടും പ്രതീക്ഷിക്കുന്നേ ഇല്ല. യാദൃച്ഛികമായിട്ട് അയാള് നമ്മുടെ മുമ്പിൽ വരികയാണ്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ ഒരാളുണ്ട്, അയാള് ഈ ദേവദത്തനെ മുമ്പും കണ്ടിട്ടുണ്ട്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾക്കറിയാം നമ്മളിപ്പോ കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ട് കാണുകയാണ് എന്നും അറിയാം. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണത് ആരാണ്? ഹേയ്, മനസ്സിലായില്ലേ, ഇത് മനസ്സിലായില്ലേ, അങ്ങയുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒപ്പം പഠിച്ച ആളാണ്, അങ്ങയുടെ സഹപാഠിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് പേരെടുത്ത് പറയുക. അപ്പൊ പേര് പറയുമ്പോൾ ചിലപ്പോൾ ഒരേ പേരിൽ 3-4 പേരുണ്ടാവും അല്ലേ? അത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എല്ലാവരുടെയും ഇനീഷ്യൽ നന്നായിട്ട് ഓർമ്മ വയ്ക്കും. ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവർ ആ ഇനീഷ്യൽ പറയും. ഇപ്പം ഇനീഷ്യൽ ഉപയോഗിക്കുന്നില്ല കുട്ടികൾ, അച്ഛൻ്റെ പേരോ എന്തെങ്കിലും വാലുകളാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. നമ്മുടെയൊക്കെ കാലത്ത് ഇനീഷ്യൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയും നമ്മൾ. എന്താണ് ഇനീഷ്യൽ എന്നുള്ളത്? എമ്മോ, ബിയോ, സിയോ, കെയോ, ആറോ. അപ്പം അത് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ അപ്പോഴാണ് ഓർമ്മ വരിക. അപ്പം അത് അവനാണ്, ആ നിന്റെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന ആ ദേവദത്തനാണ് ഇപ്പതാ ഈ രൂപത്തിൽ ഈ കാറിൽ വന്ന് ഇത്രയും സുമുഖനും സുന്ദരനും നല്ല ധനികനും ആഢ്യനുമൊക്കെ ആയിട്ട് ഇതാ വന്നിറങ്ങിയിട്ട് ഇതാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നൊരു കണക്ഷൻ. അപ്പോൾ അയാൾ തന്നെ ഇയാൾ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിലൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്താ നടക്കുന്നത്? അന്ന് കണ്ട ദേവദത്തൻ്റെ ആ പശ്ചാത്തലം, അയാളുടെ രൂപം, അതെല്ലാം നമ്മൾ അല്പം മാറ്റി വയ്ക്കുന്നു. ഇപ്പൊ കാണുന്ന ദേവദത്തൻ്റെ രൂപഭാവങ്ങളും ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് രണ്ടിലും തമ്മിൽ സാമ്യം എവിടെയാണ്? അന്നത്തെ ദേവദത്തനും ഇന്നത്തെ ദേവദത്തനും തമ്മിൽ എവിടെയാണ് കണക്ഷൻ? എവിടെയാണ് ഒരുപോലെയുള്ളത്? ഏതെല്ലാം ലക്ഷണങ്ങളാണ് ഒരുപോലെയുള്ളത് എന്ന് നല്ലോണം സൂക്ഷിച്ചു നോക്കുമ്പോൾ അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ പല്ലിൻ്റെ സ്ട്രക്ചർ, അതേ കയ്യും കാലിൻ്റെയൊക്കെ ഷേപ്പുകൾ, അതേ ബോഡി ലാംഗ്വേജ്, തലമുടിയുടെ സ്റ്റൈലൊക്കെ അത് തന്നെ ഏകദേശം. ആളിത്തിരി വെളുത്തിട്ടുണ്ട്, ഇത്തിരി തടിച്ചിട്ടുണ്ട്, നല്ല കാറിലൊക്കെ വന്ന് പോഷായിട്ട് വന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. നല്ലോണം സൂക്ഷിച്ച് നോക്കിയപ്പോൾ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഒരുപാട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ കുറേ എണ്ണം ഉപേക്ഷിച്ചു. പഴയ പശ്ചാത്തലവും ഈ പശ്ചാത്തലത്തിലുള്ള ഒരുപാട് സംഗതികൾ ചേരാത്തതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ചേരുന്നതിനെ മാത്രം എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് കൺവിക്ഷൻ വരിക. റിയലൈസ്ഡ് അല്ലേ? ദേവദത്തൻ, നമ്മൾ ദേവദത്തനെ റിയലൈസ് ചെയ്തു. ഇതേപോലെയാണ് വേദവാക്യങ്ങൾ, മഹാവാക്യങ്ങൾ, ഇവരുടെയൊക്കെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത്. ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ എന്താ പറയുക, മുഖ്യാർത്ഥം സ്വീകരിച്ചുകൊണ്ട്, അതിൻ്റെ അക്ഷരാർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച ശേഷം അതിൻ്റെ വലിയ തത്വങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ, അഥവാ നിർഗുണമായിട്ടുള്ള ഭാവത്തെ ചിന്തിക്കുമ്പോൾ, ആദ്യം സഗുണത്തിൽ ഈ മുഖ്യാർത്ഥമെല്ലാം എടുക്കാം, പിന്നീട് നിർഗുണമായിട്ടുള്ള തത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ജഹാജഹൽ ലക്ഷണ എന്നുള്ള ആ പ്രയോഗം നമ്മുടെ ഉള്ളിൽ വർത്തിക്കേണ്ടത്. അതുള്ളിൽ പ്രവർത്തിക്കണം. അപ്പോഴാണ് ഈ എന്താ പറയുക, ഭഗവാൻ തന്നെ പറഞ്ഞതുപോലെ അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദഃ മമ ഭൂതമഹേശ്വരം.
എന്നൊക്കെ ഭഗവാൻ സ്വയം പറയുന്നില്ലേ? എന്നെ മൂഢന്മാരായിട്ടുള്ള ജനങ്ങൾ മനുഷ്യനായി ജനിച്ചവനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അവഗണിക്കുന്നു, എൻ്റെ പരംഭാവം അറിയാതെ. ഞാൻ ഭൂതമഹേശ്വരനാണ്. അപ്പം ഇത് ചിന്തിക്കുമ്പോൾ ഈ കൃഷ്ണാവതാരത്തിൽ തന്നെ ഭഗവാൻ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആട്ടിപ്പടയ്ക്കുന്ന ഈശ്വരൻ്റേതായിട്ടുള്ള ഏതെല്ലാം ഭാവങ്ങൾ, ഏതെല്ലാം ലീലകളിലൂടെ ചെയ്തു, ആരെയൊക്കെ വരച്ച വരയിൽ നിർത്തി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം, വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം, വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം, അംഗാസംഗാ സദാശ്രീഹി അഖില വിദസിന ക്വാപിതേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി എന്ന് ഭഗവാനെ നോക്കി പറയാറാവും. അപ്പോൾ അതിനോട് ആ ഭഗവാന്റെ ഭൂതമഹേശ്വരമായ ആ ഭാവത്തെക്കുറിച്ചും ഇപ്പോൾ ഭഗവാൻ ഈ കൃഷ്ണാവതാരത്തിൽ ചെയ്ത ലീലകളെ തമ്മിലും അതിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ, സാമ്യമുണ്ടോ? ശരിയല്ലേ ഭഗവാൻ പറഞ്ഞത്? ആ ബ്രഹ്മാവിനെ മോഹിപ്പിക്കുവാനായിക്കൊണ്ട് ഭഗവാൻ ഒരു സൃഷ്ടിപ്രക്രിയ അവിടെ നടത്തിയില്ലേ? ആർക്കെങ്കിലും സാധിക്കുന്നതാണോ? താൻ തന്നെ പലതായി തീരുക എന്നുള്ളൊരു ലീല ചെയ്തില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഈ പ്രപഞ്ചത്തെ ആദ്യം സൃഷ്ടിച്ച ബ്രഹ്മം സോ കാമയത ബഹുസ്യാം പ്രജായേതി, ഞാൻ പലതായി തീരട്ടെ എന്ന് ഏതൊരു ബ്രഹ്മം സങ്കല്പിച്ചുവോ ആ ബ്രഹ്മത്തിന്റെ അതേ സങ്കല്പം തന്നെയല്ലേ ഈ കൃഷ്ണൻ ഇവിടെ ഈ വൃന്ദാവനത്തിൽ കാണിച്ചത്? അതേപോലെ ആ ഇന്ദ്രൻ മഴ പെയ്യിച്ച് ഗോകുലത്തെ മുഴുവൻ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായിട്ടുള്ള സമയത്ത് അത്ഭുതകരമായ രീതിയിൽ വെറും ചെറുവിരൽ കൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ കുടയായി പിടിച്ച് ഗോകുലത്തെ മുഴുവൻ നിസ്സാരമായിട്ട് രക്ഷിച്ചില്ലേ? ഈ വിശ്വത്തെ മുഴുവൻ പരിപാലിക്കുന്ന ആ വിഷ്ണുവിനല്ലാതെ ഇതെങ്ങനെ ആർക്ക് സാധിക്കും? അപ്പൊ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം കണക്ട് ചെയ്യണം. ഇങ്ങനെ ആ ഭഗവാന്റെ ഓരോ ലീലകളെയും വേണ്ട പോലെ വിചാരം ചെയ്താൽ കൃഷ്ണനിലെ മനുഷ്യത്വം പോയി കൃഷ്ണനിലെ ഭഗവത് ഭാവം പ്രകാശിക്കും. കൃഷ്ണനിലെ ആ സർവജ്ഞത്വ, സർവശക്തിത്വ, സർവവ്യാപകത്വ, സർവാത്മകത്വ ഭാവങ്ങളെല്ലാം നമുക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങും. പിന്നീട് കൃഷ്ണൻ തന്നെ പറഞ്ഞതുപോലെ താൻ ഇതിനെല്ലാം അതീതനാണെന്നുള്ള അറിവും ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയാണ് കൃഷ്ണനെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ ഈ ഭാഗവത വാക്യങ്ങളാകുന്ന വേദവാക്യങ്ങളെ നമ്മൾ വിചാരം ചെയ്യേണ്ടത്. ഭാഗവതവും വേദവും വേറെ വേറെയല്ല. നിഗമകൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ. ഭാഗവതം വേദം തന്നെ, പഞ്ചമവേദമാണ് ഭാഗവതം. അപ്പൊ ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ വേദസദൃശമായിട്ടുള്ള പദങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ലക്ഷ്യാർത്ഥത്തെ ഗ്രഹിക്കണം. ഇതാണ് ഇവിടെ ചിന്തിക്കാനുള്ളത്. ഇത് പരീക്ഷത്തിൻ്റെ ചോദ്യത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചു എന്നേ ഉള്ളൂ. ഇനി വരാനിരിക്കുന്ന ശുഖബ്രഹ്മർഷിയുടെ ഉത്തരത്തിൽ അതൊക്കെ ഉണ്ട്. ഒന്ന് സൂചിപ്പിച്ചു ആമുഖമായിട്ട് എന്ന് മാത്രം. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷത്ത് ചോദിച്ചു. പരീക്ഷതുവാച ബ്രഹ്മൻ ബ്രഹ്മണ്യ നിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത് സദസദഃ പരേ. ശ്രീശുക ഉവാച ബുദ്ധീന്ദ്രിയമനഃ പ്രാണാൻ ജനാനാം അസൃജത് പ്രഭുഃ
മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേ അകൽപ്പനായ ച. ശ്രീശുക ഉവാച ബുദ്ധീന്ദ്രിയമനഃപ്രാണാൻ ജനാനാം അസൃജത് പ്രഭുഃ മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേ അകൽപ്പനായ ച. അപ്പോൾ ശ്രീശുകൻ മറുപടി ആരംഭിക്കുന്നു. പ്രഭുഹു, ഭഗവാനെ കുറിച്ച് പറഞ്ഞത് പ്രഭുഹു എന്നാണ്. പ്രഭു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, സർവശക്തൻ, എന്തിനും പോന്നവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാനും പരിപാലിക്കാനും സംഹരിക്കാനും ശക്തനായിരിക്കുന്നവൻ ഈശ്വരൻ. ജനാനാം മാത്രാർത്ഥം ഭവാർത്ഥം ച ആത്മനേ അകൽപ്പനായ ബുദ്ധി ഇന്ദ്രിയ മനഃപ്രാണാൻ അസൃജത്. ജനാനാം മാത്രാർത്ഥം, ജനാനം ജനങ്ങൾ, ജനങ്ങൾക്ക് ആണ് ജനാന. അവിടെ ജനശബ്ദത്തിന് ജനിക്കുന്നവരാണ്, ജീവന്മാരെന്നർത്ഥം. അപ്പൊ ജീവാനാം, ജനിക്കുന്നവരൊക്കെ ജനങ്ങളാണ്, എല്ലാ ജീവന്മാർക്കും. ജീവാനാം മാത്രാർത്ഥം, മാത്ര എന്ന് പറഞ്ഞാൽ മീയതേ അനയാ ഇതി മാത്ര, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നത്, അനുഭവിക്കുന്നത്, അളക്കുന്നത് എന്നൊക്കെ അർത്ഥമാണ് മാത്ര. അപ്പം എന്തൊക്കെയാണ് മാത്രകൾ? ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ. ഏതൊക്കെ ഇന്ദ്രിയങ്ങൾക്ക്? 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അല്ലേ? ശ്രോത്രം, ത്വക്ക്, ചക്ഷു, രസന, ഘ്രാണേന്ദ്രിയം. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് നീയതേ, അതാണ് മാത്ര. അപ്പൊ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാനായിക്കൊണ്ട് നടത്തണം. അപ്പൊ വിഷയങ്ങൾ എന്ന് തന്നെയാണ് ഇവിടെ മാത്ര എന്ന് പറയുന്നത്. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. മാത്രാസ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുവാനായിക്കൊണ്ടും, ഭവാർത്ഥം എന്ന് പറഞ്ഞാലോ ഭവിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേമത്തെ പ്രാപിക്കുക, അഭിവൃദ്ധിയെ പ്രാപിക്കുക, കൂടുതൽ കൂടുതൽ വൃദ്ധിയെ പ്രാപിക്കുക. അപ്പോൾ അവനവൻ്റെ എന്താ പറയുക, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അഭിവൃദ്ധിയെ പ്രാപിക്കുക എന്നർത്ഥം. അഭിവൃദ്ധി ഹേതുക്കളായ കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പം അതാണ് കർമ്മേന്ദ്രിയങ്ങൾ. നമ്മൾ ചെയ്യുന്ന ഈ മാത്രകൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്ന വിഷയങ്ങളാണ്. അറിഞ്ഞതുകൊണ്ട് മാത്രം പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വൃദ്ധി ഉണ്ടാവില്ല. അതിനോട് റെസ്പോണ്ട് ചെയ്യണം നമ്മൾ. ആ റെസ്പോൺസ് ആണ് ഇവിടെ ഭവത്തിന് കാരണമാകുന്നത്. നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അത് ഭവിക്കുന്നത്, വൃദ്ധിയെ പ്രാപിക്കുന്നത്. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് ഭവാർത്ഥം ച. അതുപോലെ ആത്മനേ അകൽപ്പനായ. ഇവിടെ ആത്മനെ എന്ന് പറഞ്ഞാൽ മനസ്സിന് സുഖത്തിനായിക്കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അവനവന്റെ മനസ്സിന് ഭോഗത്തിനായിക്കൊണ്ട്, സുഖത്തിനായിക്കൊണ്ടും. അകൽപ്പനായ എന്ന് പറഞ്ഞാലോ അത് പിന്നെ മോക്ഷത്തിലേക്ക് എത്തി. എല്ലാ കൽപ്പനകളും നിവർത്തിക്കാനായിക്കൊണ്ട്, കൽപ്പനകളിൽ നിന്ന് നിവർത്തിക്കാൻ. കൽപ്പനകളാണ് ഈ ലോകം. ഈ ലോകം എന്നുള്ളത് കൽപ്പമാണ്. ബ്രഹ്മാവിന്റെ സൃഷ്ടിക്ക് പേര് തന്നെ കൽപ്പം എന്നാണ്, കൽപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിവർത്തിക്കലാണ് അകൽപ്പനം. അതാണ് ഇവിടെ അകൽപ്പനായ ച. അകൽപ്പനം നിവൃത്തിയാണ്, മോക്ഷമാണ്. അപ്പോൾ പ്രവൃത്തിയും നിവൃത്തിയും ഇത് രണ്ടിനുമാണ് നമ്മൾക്ക് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ നിർമ്മിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ബുദ്ധി ഇന്ദ്രിയ മനഃപ്രാണാൻ ജനാനാം അസൃജത് പ്രഭു. ആ പ്രഭു ഈ ജീവന്മാർക്ക് എല്ലാവർക്കും ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളും, അതിനോട് പ്രതികരിക്കാൻ കർമ്മേന്ദ്രിയങ്ങളും, അതിനെ ആസ്വദിക്കാൻ മനസ്സും, അതിൽ നിന്ന് നിവർത്തിക്കാനായി കൊണ്ട് ബുദ്ധിയും എല്ലാം നൽകി, സൃഷ്ടിച്ചു. അതാണ് ഇവിടെ അകൽപ്പനായ നിവൃത്തിക്കായിക്കൊണ്ടും ബുദ്ധി ഇന്ദ്രിയ മനഃപ്രാണാൻ അസൃജത്.
ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ മുതലായ കരണങ്ങളെ സൃഷ്ടിച്ചു. ഇതെല്ലാം കരണങ്ങളാണ്. ഇതെല്ലാം ഈ ലോകത്തിൽ നമുക്ക് പ്രവർത്തിക്കാനും നിവർത്തിക്കാനുമുള്ളതായിട്ടുള്ള ഉപകരണങ്ങളാണ് ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ. ഇതൊക്കെ 24 തത്വങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഇവയെ ഉപാധികളെ സൃഷ്ടിച്ചു. ഇനി അപ്പോൾ ഭഗവാൻ തന്നെ ജീവന്മാർക്ക് ആവശ്യമായിട്ടുള്ള ജഗത്തിനെ അഥവാ ഉപാധികളെ, ശരീരാദികളെ, ഇന്ദ്രിയാദികളെ എല്ലാം സൃഷ്ടിച്ചു തന്നു. ആ ഭഗവാൻ തന്നെ നിവർത്തിക്കുള്ള മാർഗവും അതിനുള്ള ബുദ്ധിയും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അത് നിവർത്തിക്കുവാനുള്ള അതുപോലെ പ്രവർത്തിക്കുവാനുള്ള ഉപദേശങ്ങളും ഭഗവാൻ നൽകുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിലെ വിഷയം. വേദങ്ങൾ എന്നുള്ളത് എങ്ങനെ ആദ്യം നമ്മളെ പ്രൊഡ്യൂസ് ചെയ്തു വിത്ത് എന്താ പറയുക, ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ തന്നുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു. ഇനി ഈ ജഗത്തും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഇനി നമ്മൾ എങ്ങനെ ഈ ജഗത്തിൽ വ്യവഹരിക്കണം, പ്രവർത്തിക്കണം, എങ്ങനെ നിവർത്തിക്കണം, അതിനൊക്കെയുള്ള ഉപദേശങ്ങളാണ് നിവൃത്തി രൂപത്തിലുള്ള വേദ ഉപദേശങ്ങൾ. അപ്പോൾ അതെങ്ങനെയാണ് പിന്നീട് ഭഗവാൻ ഉപദേശിച്ചത്? ആദ്യം താൻ തന്നെ ബ്രഹ്മദേവനും മറ്റുമൊക്കെ ഉപദേശിച്ചു. പിന്നീട് ഋഷി പരമ്പരയാ വന്നു. സൈഷാഹ്യുപനിഷദ് ബ്രാഹ്മി പൂർവേഷാം പൂർവജൈർധൃത ശ്രദ്ധയാ ധാരയേദ്യസ്താം ക്ഷേമം ഗച്ഛേതകിഞ്ചനഃ. സൈഷാഹ്യുപനിഷദ് ബ്രാഹ്മി പൂർവേഷാം പൂർവജൈർധൃത ശ്രദ്ധയാ ധാരയേദ്യസ്താം ക്ഷേമം ഗച്ഛേതകിഞ്ചനഃ. അതിനെക്കുറിച്ച് നമുക്ക് നാളെ രാവിലെ നോക്കാം, നാളത്തെ ക്ലാസ്സിൽ കാണാം. അപ്പം എന്താ പ്രവൃത്തി നിവൃത്തി ആ ധർമ്മങ്ങളെ ഉപദേശിക്കുന്നതാണ് വേദങ്ങൾ. അത് ഗുരുപരമ്പരയാ വന്നതാണ്. അതിനെക്കുറിച്ച് ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. നാരായണ സംവാദ രൂപത്തിൽ. നാരദ മഹർഷിയും നരനാരായണന്മാരിലെ നാരായണ ഋഷിയും. അതിൻ്റെ ഉള്ളിൽ നാരായണ ഋഷി പിന്നീടൊരു സംവാദമാണ് സനന്ദനൻ എന്ന 4 പേരിൽ ഒരുവൻ മറ്റു 3 പേർക്കുമായിട്ട്, സനകാദികൾ 4 പേരിൽ സനന്ദന ഋഷി മറ്റ് 3 പേർ സഹോദരങ്ങൾക്ക് ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ സത്സംഗം ചെയ്യുന്ന രീതിയിലാണ് ശ്രുതിഗീത 28 ശ്ലോകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പം ഇങ്ങനൊരു ഉള്ളിലുള്ളിൽ കഥകളായിട്ടാണ് അവതരണം. നമുക്ക് നാളെ തുടരാം. ഇത് വളരെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് ഗഹനമാക്കണമെങ്കിൽ, വേണമെങ്കിൽ നിങ്ങളെയൊക്കെ കൺഫ്യൂസ് ചെയ്യിക്കണമെങ്കിൽ കൂടുതൽ പണിയൊക്കെ ഉണ്ട്. അതിന് ശ്രീധരീയം വ്യാഖ്യാനം, കൃഷ്ണപതി വ്യാഖ്യാനം, ഇങ്ങനെ സംസ്കൃതത്തിൽ കുറേ വ്യാഖ്യാനങ്ങളുണ്ട്, ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങൾ പോലെ. അതും എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ പദങ്ങൾ കേട്ട് പദങ്ങളുടെ അർത്ഥം വിട്ടുപോകും, സാരം വിട്ടുപോകും. ഒക്കെ എന്താ പറയുക, ആയിട്ടിരുന്ന് പഠിക്കാൻ ഉള്ള സന്ദർഭത്തിലാണ് ഒരു ഗുരുകുലത്തിലിരുന്ന് എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഉള്ളപ്പോൾ മുഖത്ത് നോക്കി പഠിപ്പിക്കുമ്പോഴാണ് അതൊക്കെ ഉത്തമം. മറ്റത് വേർഡ് ബൈ വേർഡായിട്ട് അവർ പറഞ്ഞത് ശ്രീധരാചാര്യരും രാഘവാനന്ദ മുനിയും ഇപ്പം വ്യാഖ്യാനിച്ചത് എടുത്തു പറയാൻ പോയാൽ അടുത്ത കാലത്തൊന്നും തീരില്ല. വളരെ വിപുലമാണ് അതിൻ്റെ വ്യാഖ്യാനം. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാം, കാര്യം ഗ്രഹിക്കുക വേണ്ടു നമുക്ക്.
ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.